നമസ്കാരം. വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള കേരള സർക്കാർ നിർമ്മിക്കാൻ പോകുന്ന 410 വീടുകൾ അതിൻ്റെ പ്രവൃത്തി എവിടം വരെ എത്തി? ചില ആളുകൾ വിമർശിക്കുന്നത് പോലെ ഒരു വീടിന് 80 ലക്ഷത്തോളം രൂപ ചെലവ് വരുമോ? എന്താണ് നിജസ്ഥിതി? ഇതൊക്കെ ഒന്ന് കൃത്യമായി കാണാനും അതിൻ്റെ നിർമ്മാണ പുരോഗതി നേരിട്ട് കാണാനുമാണ് ഞാൻ ഇന്ന് വയനാട്ടിലേക്ക് പോകുന്നത്. കൽപ്പറ്റയിലെ ബൈപ്പാസ് റോഡിലുള്ള പുതിയ ടൗൺഷിപ്പ് നമുക്കെല്ലാവർക്കും ഇന്ന് ഒന്ന് കണ്ടേക്കാം. നമസ്കാരം. കേരള സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കുള്ള വീടുകളുടെ പണി 410 വീടുകൾ പണി പുരോഗമിക്കുകയാണ്. ഈ വർക്ക് എങ്ങനെയാണ് നടക്കുന്നത് നോക്കുക. ഇതേപോലെയുള്ള നോക്കൂ, ഇതിൻ്റെ ഫൗണ്ടേഷൻ, ഇത് ഒരാൾ താഴെ നിന്ന് പൊങ്ങി വന്ന ഫൗണ്ടേഷനാണ്. ഇങ്ങനത്തെ 9 തൂണുകളാണ്. ഫൗണ്ടേഷന് വേണ്ടി 9 തൂണുകളാണ് പോകുന്നത്. 1 2 3 4 5 6 7 8 9 തൂണുകൾ. ഈ തൂണുകൾ ഇവിടെ നിന്ന് പൊങ്ങി വന്നിട്ട് ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഈ കമ്പി നോക്കുക, ഇത്രയും ഉറപ്പുള്ള നല്ല കനമുള്ള വലിയ കെട്ടിടത്തിന്, വലിയ ഫ്ലാറ്റിനൊക്കെ ഉപയോഗിക്കുന്ന കമ്പിയാണ് ഇവിടെ ഈ വീടിന് വേണ്ടിയിട്ട് ഇത്രയും ഉറപ്പുള്ള കമ്പി ഉപയോഗിച്ചിരിക്കുന്നത്. കാണേണ്ടവർ ഇപ്പോൾ വന്നാലേ കാണുള്ളൂ, പിന്നെ എന്തെങ്കിലും പറയരുത്, വന്ന് കാണണം. നോക്കുക, ഇത്രയും ഹൈറ്റിൽ, എൻ്റെ കൈയിൻ്റെ മുട്ടോളം ഹൈറ്റിൽ, എന്നിട്ട് ഇതിൻ്റെ ബീമാണ് വാർക്കുന്നത്. ഇതിൻ്റെ ചുറ്റും ഫുള്ള് ബീം വാർത്തെടുക്കുകയാണ്. എന്നിട്ട് കാണാം, നോക്കൂ, ഇത്രയും കട്ടിയിൽ ഇത് ആ ബീം വാർത്തെടുക്കുകയാണ് പൂർണ്ണമായി. ഒരു ചുറ്റുമല്ല, ഉള്ളിലൊക്കെ ആ വീട് മുഴുവനായിട്ട് ബീം വാർത്തെടുക്കുകയാണ്. ഇനി നോക്കാം, ഇതാ തൂണ് പൂർത്തിയായി, അതിൻ്റെ കുത്തുകളൊക്കെ നീക്കി ആളുകൾ അതിൻ്റെ പടവ് ചെയ്യുന്ന ജോലി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അവിടത്തെ നോക്കിയാൽ അതാ പണി തീർന്നു. ഇനി നമുക്ക് പുറത്തേക്ക് പോവാം. പണി പൂർത്തിയായ വീട് നമുക്ക് അവസാനമായിട്ടൊന്ന് കാണാം. മോഡൽ വീട്, ഇത് ഈ രൂപത്തിലാണ് വീട് ഏകദേശം വരിക. അപ്പോൾ നമുക്ക് ഏതായാലും ഈ വീട് ഒന്ന് കയറി കണ്ടു കളയാം. ഇതാ മനോഹരമായ ഒരു ഹാള്, ബെഡ്റൂം 1 2 ബെഡ്റൂം അല്ലേ? ഇതാ അറ്റാച്ച്ഡ് ആയിട്ടുള്ള 1 ഇവിടെ ഉണ്ട്, 1 അറ്റാച്ച്ഡ്. ഇതാ ഇവിടെ കുളിമുറി മാത്രം. അതെ, ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റ് പണി തീർന്നിട്ടില്ല. ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ഇവിടെ ഒരു ബെഡ്റൂം. ഇതാ കിച്ചണ്, ഇവിടെ എല്ലാ സൗകര്യമുള്ള കിച്ചൺ. അതിൻ്റെ കൂടെ ഒരു ചെറിയ വർക്ക് ഏരിയ. ഇതാ വർക്ക് ഏരിയ ഇവിടെ ഉണ്ട്. ഈ വർക്ക് ഏരിയന്ന് പൂട്ടിയതല്ലേ? അതെ. അപ്പോൾ മനോഹരമായൊരു വീടാണ്. ഇതുപോലത്തെ 410 ഇതേപോലെയുള്ള 410 വീടുകളാണ് ഇവിടെ വരാൻ വേണ്ടി പോകുന്നത്. ഒരു മനോഹരമായ കാഴ്ചയായിരിക്കും. ഡിസംബറോടുകൂടി ഈ വർക്ക് തീരുമെന്നാണ് ഒരാളുകൾ പറയുന്നത്. എങ്കിൽ അത് കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഒരു വിപ്ലവമായിരിക്കും. അതെ, ഭാവിയിൽ വീട് മുകളിലേക്ക് എടുക്കണം. അപ്പോൾ കൽപ്പറ്റയെ വലിയ വികസന സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പോൾ ടൂറിസ്റ്റുകൾ വരും, ധാരാളം ഉദ്യോഗസ്ഥർ വരും. അങ്ങനെ വരുന്ന സമയത്ത് മുകളിൽ ഒരു ഹോം സ്റ്റേ ഉണ്ടാക്കണം എന്ന് നോക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, കോണി കൊടുത്ത് ആളുകൾക്ക് വാടക കിട്ടും. അപ്പോൾ മാസത്തിൽ 10,000-30,000 രൂപ വാടക കിട്ടിയാൽ ഇവിടെയുള്ള ആളുകൾക്ക് വരുമാനവുമായി സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാം. അതെ, നോക്കുക, ഈ മെറ്റീരിയലൊക്കെ നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം ആ രൂപത്തിൽ തന്നെയാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. നമുക്ക് നല്ലൊരു ദിനത്തിന് വേണ്ടി കാത്തിരിക്കാം. കേരളത്തിന് പുതുവർഷ സമ്മാനമായിട്ട്, ക്രിസ്മസ് സമ്മാനമായിട്ട് ഈ 410 വീടുകൾ വയനാടിനും കേരളത്തിനുമുള്ള സമ്മാനമായി പൂർത്തീകരിച്ചു തരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പുതുവർഷ ദിനത്തിലാണ് കേരളം പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിച്ചത്. അതിൻ്റെ സാഫല്യമാണ് ടൗൺഷിപ്പ് നിർമ്മാണത്തിൻ്റെ തുടക്കം. വാഗ്ദാനം എന്തായാലും എന്ത് വില കൊടുത്തും അത് നിറവേറ്റുന്നതാണ് നമ്മുടെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു പുനരധിവാസം. പല സ്ഥലത്തും ഇത്തരം ദുരന്തം ഉണ്ടായിട്ടുണ്ട്. അത്തരം ദുരന്തം ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ
ദുരന്തമുണ്ടായ ഭൂമുഖത്ത് നിന്ന് ആളുകളെ കൂടുതൽ വിദൂര സ്ഥലങ്ങളിൽ, കുന്നിൻ മുകളിലും ആൾപ്പാർപ്പില്ലാത്ത പ്രദേശങ്ങളിൽ കൊണ്ടുപോയി ഒറ്റപ്പെട്ട ജീവിതമാണ് പിന്നീട് അവർക്ക് നൽകിയത്. കുടിവെള്ളം ഉണ്ടാവില്ല, വൈദ്യുതി ഉണ്ടാവില്ല, റോഡുണ്ടാവില്ല, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത, ഒന്നും ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിൽ, അവർക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പോലും സാധിക്കാത്ത പ്രദേശങ്ങളിൽ കൊണ്ടുപോയിട്ട് പാർപ്പിക്കുന്ന എത്രയോ കഥകളും വിമർശനങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ കേരള സ്റ്റോറി, കേരളത്തിലെ ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതി, അതിനെ നമുക്ക് കേരള സ്റ്റോറി എന്ന് തന്നെ വിളിക്കാം. ഗ്രാമങ്ങളിൽ, ഉൾനാട്ടിൽ ദുരന്തത്തിന് ഇരയായ ആളുകളെ കൽപ്പറ്റ പട്ടണത്തിലെ കണ്ണായ ഭൂമിയിൽ 152 ഏക്കർ ഭൂമി എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ നിന്ന് ഏറ്റെടുത്ത് അതിൽ 7 സെൻറ്റ് വീതം ഓരോ കുടുംബത്തിനും നൽകിക്കൊണ്ടാണ് ഈ പദ്ധതി പൂർത്തീകരിക്കുന്നത്. മാത്രമല്ല, ഈ പദ്ധതി ചില ആളുകൾ വിമർശിക്കുന്നു, 299 കോടി രൂപയും 410 വീടുകൾക്ക് കൊടുത്താൽ 80 ലക്ഷം രൂപയാണ് ഒരു വീടിനെന്ന് ചില ആളുകൾ വിമർശിക്കുന്നു. സത്യം എന്താണ്? 12 കിലോമീറ്റർ റോഡ് മാത്രം ഈ ടൗൺഷിപ്പിൽ വരാൻ വേണ്ടി പോകുന്നു. ഏറ്റവും വീതി കുറഞ്ഞ റോഡ് 5.5 മീറ്ററാണ്. 12 മീറ്റർ വീതിയുള്ള ടാറിട്ട റോഡ് ഈ ടൗൺഷിപ്പിലൂടെ കടന്നു പോകുന്നു. മാത്രമല്ല, വലിയ ഫുട്ബോൾ ഗ്രൗണ്ട്, അംഗൻവാടി, അതേപോലെ ഹെൽത്ത് സെൻറ്റർ, ലാബറട്ടറി, ഓപ്പൺ എയർ സ്റ്റേഡിയം, അങ്ങനെ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും, ടൈൽ ചെയ്തിരിക്കുന്ന നല്ല ഫുട്പാത്ത്, കുടിവെള്ള പദ്ധതികൾ, നല്ല തടയണകൾ, അങ്ങനെ എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ട് ഇനിയൊരു ദുഃഖം അവർക്ക് ഏറ്റുവാങ്ങേണ്ടാത്ത, ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന നിർമ്മാണ വൈഭവം, ശക്തമായ അടിത്തറ, ഇനിയൊരു ദുരന്തമുണ്ടായാൽ അത് ആളുകൾക്ക് താങ്ങാൻ കഴിയില്ല എന്ന് സർക്കാരിനും അറിയാം. അതിനെ പ്രതിരോധിക്കുന്ന സംവിധാനത്തോടു കൂടിയാണ് നിർമ്മാണം നടക്കുന്നത്. മാത്രമല്ല, മക്കളെ നഷ്ടപ്പെട്ടവർ, സഹോദരങ്ങളെ നഷ്ടപ്പെട്ടവർ, ഭാര്യാഭർത്താക്കന്മാരെ പരസ്പരം നഷ്ടപ്പെട്ടവർ, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവർ, ദുഃഖത്തിൽ ഓരോ ദിവസവും അവരെക്കുറിച്ചുള്ള ഓർമ്മകളുമായി തള്ളി നിൽക്കുന്ന ആളുകൾ, അവർക്ക് വൈകുന്നേരങ്ങളിൽ ഇനി മേലിൽ ഒരു ദുഃഖമുണ്ടാവരുത്, അവർക്ക് ഭാവിയിൽ ആശ്വാസത്തിൻ്റെ ഓരോ സായാഹ്നങ്ങളാണ് അവർക്ക് ലഭിക്കേണ്ടത്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് കണ്ണീരൊപ്പുന്ന ഒരു പ്രവർത്തനമാണ് സംസ്ഥാന ഗവൺമെൻറ് വയനാട്ടിലെ കൽപ്പറ്റ ബൈപ്പാസിൽ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിസംബർ 30 കേരളത്തിലെ ഏറ്റവും മികച്ച ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി സമയബന്ധിതമായി ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്നു. എന്നേക്ക് തീരും അസല ഇത് വർക്ക്? നമ്മൾ ഡിസംബറിലേക്ക് 350 വീട് തീർന്നു. മാർച്ചിലല്ലേ ഗവൺമെന്റ് തീരും? നമ്മൾ അതോടുകൂടി 350 എണ്ണം നമ്മൾ ഈ ഡിസംബറോടുകൂടി തീർത്ത് 350 തീരും. 350 തീർക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 281 വീടിൻ്റെ പണി ഇവിടെ നടക്കുന്നുകൊണ്ടിരിക്കുന്നത്. ടോട്ടൽ 281, 350. അപ്പോൾ ഈ അതിനെ ഓരോന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എർത്ത് വർക്ക് ഏകദേശം നമ്മൾ അവിടെ ഫൗണ്ടേഷൻ എടുത്തിരിക്കുന്നത് 220 എടുത്തിട്ടുണ്ട്. 220 ഫൗണ്ടേഷൻ എടുത്തു. അപ്പോൾ അത് അങ്ങനെയാണ് ഓരോ പ്രോഗ്രസ് പോകുന്നത്. അതിൻ്റെ ബാക്കി കോൺക്രീറ്റും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏകദേശം 140 പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഡിസംബറോട് കൂടിയിട്ട് ഈ 410-ൽ 350 ആളുകൾക്ക് വീട്ടിൽ കയറി കൂടാവുന്ന ഒരു സാഹചര്യം. അതായത് കാലാവസ്ഥ ഇന്നൊക്കെ മഴയാണ്, പ്രതികൂല അല്ലെങ്കിൽ എല്ലാം നല്ല നിലക്കാണ്, എല്ലാം പൂർത്തിയാവും. സന്തോഷം. ഞാനിതെല്ലാം നോക്കി കണ്ടുവന്നില്ല. ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും സംസ്ഥാന ഗവൺമെൻറ്റിനും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. കേരളം അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. അങ്ങയുടെ കൃത്യമായ നിലപാടുകളും കൃത്യമായ നടപടികളും ഈ പദ്ധതി ഇത്ര സമയബന്ധിതമായി പൂർത്തീകരിക്കാനും പാവങ്ങൾക്ക് ഈ വീടുകൾ സമയബന്ധിതമായി കൈമാറാനും സാഹചര്യമൊരുക്കുന്നു. നന്ദി, നമസ്കാരം.